ഇത് കത്തിച്ചുണ്ടോ? നട്ടുന്നു അങ്ങനെ പുകയും ഊക്കരയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിടിച്ചോളൂ അല്ലേ? ചെറുതായിട്ടൊക്കെ വെച്ച് കൊടുത്തു. നമ്മളിപ്പോൾ ഓൾറെഡി മീൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ. അത് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ട് ഒന്ന് വാഴയിലൊന്ന് പൊടിഞ്ഞ് ഒന്ന് ചൂടാക്കിയാലോ. ആഹാ കപ്പ എന്നുണ്ട് ഡാഡി? എന്നുണ്ട്? അപ്പൊ ഗായ്സ്
ഞങ്ങള് കൊറേ നേരമായി കഷ്ടപ്പെട്ട് രാത്രി ഗ്രില്ലടിച്ച് കപ്പയും 2 ചമ്മന്തിയും മീൻ ഗ്രില്ലും കൂടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡാഡി വന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മീൻ ഗ്രില്ല് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കണ അതെ, ഗസ്റ്റ്. അപ്പൊ ടെസ്റ്റർ ഒന്ന് ഡാഡിക്ക് കൊടുത്ത് മീനിന്റെ ഒരു പീസ് എടുത്ത് കൊടുക്കും. ഓ അങ്ങോട്ട് കഴിക്കൂ. ഇത് 2 ചമ്മന്തിയെ കൂട്ടി കഴിച്ചേ. സ്പെഷ്യൽ ഞാൻ ചമ്മന്തി ടേസ്റ്റ് ചെയ്തേടാ. നമ്മുടെ ഉള്ളി ചമ്മന്തിയും കൊള്ളാമോ? കൊള്ളാം, നല്ല ഇഷ്ടമില്ലേ? കപ്പ ഇതിന്റെ കോമ്പിനേഷൻ ആണ്, നല്ലതാണ്. കാന്താരി ഉള്ളി ചമ്മന്തി, ചുട്ട മുളകും പുളിയും ഉപ്പൊക്കെ ചേർത്ത ചമ്മന്തി, ദേ കപ്പ ഗ്രിൽഡ് അത് ഗ്രേവി വെച്ച് ഞങ്ങള് ഗ്രേവിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. കാന്താരി ഉള്ളി ചമ്മന്തിക്ക് നല്ല രീതി കേട്ടോ. ബാക്കിയുള്ളതിനേക്കാളും കമ്പാരിറ്റീവ്ലി കൂടുതൽ അടുപ്പൻ സാധനമായിട്ട് വന്നത് ഇതാണ് ഈ മുളക്. എനിക്ക് ഇതാ തോന്നിയത്. അപ്പൊ നമ്മുടെ 2025 ഫസ്റ്റ് വ്ളോഗാണ് നമ്മൾ പെയർ ചെയ്യണത്. അപ്പൊ ഇനി 2025 നമ്മുടെ ഒരു അടിപൊളി കത്തിപ്പോടൊരു വർഷമാവട്ടെ അല്ലേ? അപ്പൊ ഈ ഫസ്റ്റ് വ്ളോഗ് തന്നെ എല്ലാരും അതെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. പാമ്പൻ പാലം ഈശ്വരന്മാരേ